സീതാറാം യെച്ചൂരി ഇല്ലാത്ത രാത്രിയാണ് ഇത്. ചിന്താരകമായി സീതാറാം ജ്വലിക്കുന്ന ഓർമ്മയാകുമ്പോൾ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തിന് അത് തീരാനഷ്ടമാണ്. ഇടത് രാഷ്ട്രീയ ചരിത്രത്തിൽ അത് ഒരു യുഗാന്ത്യം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നായകൻ്റെ അവസാന യാത്രയിൽ നിരവധി അന്തർദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാജ്യം സീതാറാം യെച്ചൂരിക്ക് വിട നൽകിയത്. രാജ്യം വലിയ വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന ഇക്കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ഉത്തമ പോരാളിയായിരുന്ന സഖാവിൻ്റെ കൃത്യതയുള്ള വ്യക്തതയുള്ള വീക്ഷണം രാജ്യത്തെ വർഗീയ രാഷ്ട്രീയത്തിന് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം മുതൽ ഇതുവരെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ പ്രതിപക്ഷത്തെ വലുതും ചെറുതുമായ എല്ലാ പാർട്ടികളും അനുസ്മരിക്കുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും സീതാറാമിൻ്റെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴും നിലവിൽ തിരിച്ചടി നേരിട്ടപ്പോഴും നാളത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞു വന്നത്. കെജ്രിവാൾ ജയിൽ മോചിതനാകുമ്പോൾ, ഹരിയാനയിൽ കോൺഗ്രസും ആപ്പും ഇരുവഴിക്ക് നീങ്ങുമ്പോൾ, മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുമ്പോൾ, ഡൽഹിയിൽ AKG ഭവനിൽ സീതാറാം ഇല്ല. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സീതാറാം ഇല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയം ഇനി എങ്ങനെ?